തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ അതായത് മാണി ഗ്രൂപ്പ് അല്ലെ കേരള കോൺഗ്രസ് എങ്ങോട്ട് എന്നുള്ള ഒരു ചർച്ചയുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. നമ്മൾ ചർച്ച ചെയ്തപ്പോഴും പറഞ്ഞില്ല ഇവിടെ LDF-ൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും എന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ ഇപ്പം പുതിയ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയ വാർത്തകൾ വരുന്നുണ്ട്. ഒരു ചാഞ്ചാട്ടം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ പോകാൻ തീരുമാനമായി എന്ന്, അതായത് UDF-നൊപ്പം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്താണ് സംഭവം? എന്തായിരുന്നാലും നല്ലൊരു തീരുമാനമാണ്. ജോസ് കെ മാണി ഇപ്പോഴെങ്കിലും അങ്ങനെ ഒരു തീരുമാനം എടുത്തല്ലോ. കാര്യം UDF-ന്റെ കൂട്ടത്തിൽ തന്നെ ആയിരുന്നു 2016 വരെ ഈ മാണി ഗ്രൂപ്പ് നിലനിന്നത്. കാരണം നമുക്കറിയാവുന്ന പോലെ KM മാണി UDF-ന്റെ ഒപ്പമായിരുന്നു. ആ UDF-ന് ഒപ്പം നിന്നുകൊണ്ട് തന്നെയാണ് അവസാനത്തെ ഇത് അവതരിപ്പിക്കുന്നത്. ധനകാര്യ എന്താ പറയുക, ബജറ്റ് അവതരണമൊക്കെ വലിയ വിവാദം ഉണ്ടാക്കിയ ഒരു ബജറ്റ് അവതരണമൊക്കെ ആയിരുന്നു അന്ന് നടന്നത്. അതിനുശേഷമാണ് ജോസ് കെ മാണി, അതായത് മാണിയുടെ മരണശേഷം പിന്നീട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് പിന്നീട് ഇങ്ങോട്ട് വരുന്നതൊക്കെ തന്നെ. എന്തായിരുന്നാലും ജോസ് കെ മാണി സ്വന്തം തട്ടകത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് മാത്രം ഇതിനെ കരുതിയാൽ മതി. ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയം മുതൽ തന്നെ, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ ഇവിടെ എന്തോ വിസ്മയമായ കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളത് തന്നെ ആയിരുന്നു VD സതീശന്റെ ഒരു പക്ഷം. അങ്ങനെ വിസ്മയകരമായ മാറ്റം. പക്ഷേ LDF-നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ വിസ്മയകരമായ മാറ്റമൊന്നുമായിട്ട് നമുക്ക് തോന്നാൻ സാധ്യതയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്തും ഈ പറയുന്ന ഒരു മുന്നണി മാറ്റം ജോസ് കെ മാണിയുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നുള്ള കാര്യത്തിൽ LDF-ലുള്ള ഏതാണ്ട് ഒട്ടുമിക്ക കക്ഷികൾക്കും ഒരു ബോധ്യമുണ്ട്. കാരണം ജോസ് കെ മാണി അല്ലെങ്കിൽ മാണി ഗ്രൂപ്പ് എന്ന് പറയുന്ന എവിടെയും ഒരിടത്ത് സ്ഥിരമായി നിൽക്കാത്ത ഒരു പിന്നെ ഒരു പാർട്ടി തന്നെയാണ് കേരള കോൺഗ്രസിന്റെ. പിന്നെ തന്നെയല്ല, സഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഭയുടെ സമ്മർദ്ദം വല്ലാണ്ട് ജോസ് കെ മാണിയുടെ മുകളിലുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാനൊക്കെ ഈ പറയുന്ന KM മാണിക്ക് ശേഷം, ഉമ്മൻചാണ്ടിക്ക് ശേഷമൊന്നും ഇവിടെ ആരുമില്ല. നേതൃത്വത്തെ അറിയിക്കാനും സഭയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനും ഒന്നും സഹായിക്കുന്ന ഒരു നേതാവ് പോലും ഇന്ന് അവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സഭയുടെ ശക്തമായ സമ്മർദ്ദം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ സമ്മർദ്ദത്തിന് വഴങ്ങി തന്നെയാണ് ജോസ് കെ മാണി ഈ രീതിയിൽ ഒരു തീരുമാനം എടുത്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ തന്നെയുമല്ല, അധികാരമല്ലേ ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വമ്പിച്ച വിജയം എന്ന് UDF-കാർ അവകാശപ്പെടുന്ന ആ വിജയം കണ്ട് ശരിക്കും പറഞ്ഞാൽ ജോസ് കെ മാണിയുടെ കണ്ണ് മഞ്ഞളിച്ചു പോയി. അപ്പൊ സർക്കാർ സംഘടിപ്പിച്ച സമരത്തിൽ നിന്ന് മാറി നിന്നത് ഈ കാരണം കൊണ്ടാവാം. ജോസ് കെ മാണി മാത്രമേ മാറി നിന്നിട്ടുള്ളൂ. ജോസ് കെ മാണി അതിന് പറയുന്ന കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് വേറെ ഏതോ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന്റെ അജണ്ടയൊക്കെ നേരത്തെ ഫിക്സ് ചെയ്തിരുന്നതാണ്, അതുകൊണ്ട് അതിലേക്ക് പോയി എന്ന് പറഞ്ഞിരുന്നാലും പൂർണ്ണമായി നമുക്ക് അതിനെ വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല. കാരണം അതിനുശേഷം ഈ പറയുന്ന നമ്മുടെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുള്ളിയെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് 100% ഞങ്ങൾക്ക് നല്ല മനസ്സോടുകൂടി പൂർണ്ണ സമ്മതത്തോടു കൂടി 100% ജോസ് കെ മാണിക്ക് UDF-ലേക്ക് മടങ്ങി വരാം എന്നുള്ള രീതിയിൽ ഇൻവൈറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതോടൊപ്പം ജോസ് കെ മാണിയെ സോണിയാഗാന്ധി വിളിച്ചിരുന്നു എന്നതായിട്ടും പറയപ്പെടുന്നു. VD സതീശൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഏറെക്കുറെ ചർച്ച വിജയകരമാണ് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ റോഷി അഗസ്റ്റിൻ, പ്രമോദ് നാരായൺ തുടങ്ങിയവർ ഇവരുടെ MLA-മാരാണ്. അപ്പൊ ഇവർക്കൊക്കെ പക്ഷെ ഇതിനകത്ത് താല്പര്യമില്ല. കാരണം എന്താണ്, റോഷി അഗസ്റ്റിൻ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു, ഇല്ല തുടരും തന്നെയാണ് പിന്നെ റോഷി അഗസ്റ്റിന്റെ പോസ്റ്റ്. അപ്പൊ ഇതിനകത്ത് ഇനിയിപ്പം എല്ലാം കലങ്ങി തെളിഞ്ഞ് ജോസ് കെ മാണി UDF മുന്നണിയിലേക്ക് പ്രവേശിച്ച് ഇതിന്റെ തെരഞ്ഞെടുപ്പും കാര്യങ്ങളും പ്രക്രിയയിലേക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് വേറൊരു പ്രശ്നം ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇപ്പൊ നിലവിൽ UDF-ലേക്ക് പോകാത്ത കുറെ MLA-മാരും ഉണ്ട്, പ്രവർത്തകരുമുണ്ട്. UDF-നോട് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഇപ്പം അതിനകത്ത് തന്നെ ചില ആൾക്കാർ പിന്നെ കോൺഗ്രസിൽ നിന്ന് മാണി ഗ്രൂപ്പിലേക്ക് ചാടിക്കൊണ്ട് കോൺഗ്രസ്, അതായത് ഇപ്പം നമ്മൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ ചില നീക്കുപോക്കുകൾ താല്പര്യപ്പെടാത്ത കുറേയധികം നേതാക്കന്മാർ മാണി ഗ്രൂപ്പിൽ ഏറ്റുമാനൂരടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഒരു വലിയ വിഭാഗം ആളുകൾ അങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെ അവർ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് തിരിച്ചൊന്നിൽ അവർ കോൺഗ്രസിലേക്ക് പോകും, അല്ലാന്നുണ്ടെങ്കിൽ ഈ മുന്നണി മാറ്റം ഇഷ്ടപ്പെടാത്തവർ പാർട്ടി വിടും. ഇങ്ങനെ രണ്ട് ഓപ്ഷനുകളാണ് അവരുടെ മുന്നിലുള്ളത്. പിന്നെ അതോടൊപ്പം ഇതിനകത്ത് പിന്നെ ജോസ് കെ മാണി UDF-ലേക്ക് മാറിയത് ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗം നേതാക്കന്മാരുണ്ട്. കാര്യം ഇപ്പൊ നിലവിൽ MLA-മാരായും മന്ത്രിമാരായും ഇരിക്കുന്ന ആളുകളുടെ ഉദാഹരണം പറഞ്ഞ റോഷി അഗസ്റ്റിൻ, ഇവരൊക്കെ എന്ന് പറയുന്നത് മന്ത്രിയായിട്ടിരിക്കുകയാണ്. നിലവിൽ LDF-നകത്ത് ഒരു മന്ത്രി ഇവർക്കുണ്ട്. ആ മന്ത്രി പിന്നെ ഇനി തുടരും എന്നുള്ളത് തന്നെയാണ് റോഷി അഗസ്റ്റിൻ വിശ്വസിച്ചിരിക്കുന്നത്. അതായത് LDF-ലേക്ക് അല്ലെങ്കിൽ UDF-ലേക്ക് മുന്നണി മാറിയില്ലെങ്കിൽ അടുത്ത തവണത്തെ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും LDF-ന് വിജയം ഉണ്ടാകും.
വലിയൊരു ഭൂരിപക്ഷം 110 LDF പ്രതീക്ഷിക്കുന്നതെങ്കിലും അത്രയൊന്നും കിട്ടാനുള്ള സാധ്യതയില്ലെങ്കിൽ തന്നെയും ഒരു പരിധി വരെയെങ്കിലും UDF വിറപ്പിച്ചു നിർത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റം LDF ഉണ്ടാകും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന മാണി ഗ്രൂപ്പ് ഈ പറയുന്ന LDF ഇപ്പോഴും ആത്മവിശ്വാസത്തോടുകൂടി നിൽക്കുന്നത്. മാണി ഗ്രൂപ്പിലുള്ള റോഷി അഗസ്റ്റിൻ അടക്കമുള്ള ഒരു വിഭാഗം നേതാക്കന്മാർ LDF തുടരും എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്നവർ തന്നെയാണ്. അപ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ മാണി ഗ്രൂപ്പ് സ്പ്ലിറ്റ് ആകാൻ പോവുകയാണ്. അതായത് കോൺഗ്രസ് M എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ആകും. പിന്നെ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, വളരും തോറും വളരുകയും ചെയ്യുന്ന ഒന്നാണ് കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പരിശോധിച്ചാൽ ഇനി ഒരു സ്പേസ് കൂടിയുണ്ട്. കേരള കോൺഗ്രസ് ഒരു തവണ കൂടി വിഭജിക്കാനോ പിളരാനോ പറ്റിയ ഒരു സ്പേസ് കേരളത്തിൽ എന്ത് പ്രതീക്ഷയായിരിക്കും ഇപ്പൊ UDF-നൊപ്പം വീണ്ടും ചേരാൻ പോകുന്നത്? അധികാരം അല്ല വേറെ. കാരണം എന്ന് വെച്ചാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു ത്രസിപ്പിക്കുന്ന വിജയം കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ജോസ് കെ മാണി വിചാരിച്ചു ഇനിയൊരു വിജയം ഉണ്ടാവും. പാലയിലുണ്ടായ ഒരു തോൽവി, ഇതെല്ലാം അവിടെ കണക്കാക്കിയപ്പോൾ ജോസ് കെ മാണി സ്വാഭാവികമായിട്ടും വിചാരിച്ചു അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലേക്ക് വരും. അങ്ങനെ UDF അധികാരത്തിലേക്ക് വരുമ്പോൾ പാലായിൽ നിന്നുകൊണ്ട് ജോസ് കെ മാണിക്ക് പിതാവിന്റെ തട്ടകം തിരിച്ചു പിടിക്കാം എന്നൊരു അതിമോഹമുണ്ട്. പക്ഷേ ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ കലുഷിതമാണ്. ഇപ്പം ഈ LDF അങ്ങോട്ട് പോയി LDF-ന് ഒന്നും സംഭവിക്കാനില്ല. കാരണം LDF-ൽ ഇവരുടെ ആകെ ഉള്ളതെന്ന് വെച്ചാൽ 5 സീറ്റ് മാത്രമാണ്. 12 എണ്ണം മത്സരിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 5 എണ്ണം മാത്രമാണ് വിജയിച്ചത്. ഈ 5 MLA-മാരെ വേണ്ട. പക്ഷെ അതിൽ 2 പേര് ഇപ്പോഴും LDF-ന്റെ കൂടെ ഉറച്ചു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ. അപ്പൊ ആ 2 സീറ്റിന്റെ കാര്യം സേഫായി. പിന്നെ ബാക്കി 3 എണ്ണം 3 പേർക്ക് വേണമെങ്കിൽ പോകാം, അത്രേ ഉള്ളൂ. അല്ലാതെ ഈ ജോസ് കെ മാണിക്ക് ഇതിലേക്ക് വന്നുകൊണ്ട് അടപടലം വലിയൊരു നേട്ടം ഉണ്ടാക്കിയെടുക്കാനൊന്നും LDF-ന് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. പാല പോലും തിരിച്ചു പിടിക്കാൻ പറ്റിയിട്ടില്ല. ജോസ് കെ മാണി വന്നിട്ട് പാല തിരിച്ചു കിട്ടിയോ? ഇല്ല. പാലയില് അപ്പോഴും പിന്നെ മാണി സി കാപ്പനല്ലേ നിൽക്കുന്നത്. അപ്പൊ അവിടെ തിരിച്ചു പിടിക്കാൻ പറ്റിയില്ല. പിന്നെ എന്താണ് പ്രശ്നം? പിന്നെ അപ്പോ UDF-ലേക്ക് പോവാണെന്ന് വെച്ച് UDF-ലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി അവിടെ നിലനിൽക്കാൻ പോവാണ്. ഇന്ന് വേണമെന്നുണ്ടെങ്കിൽ LDF-ലെ 3ാമത്തെ വലിയ കക്ഷിയാണെന്ന് പറയേണ്ടി വരും, അല്ലെ 2ാമത്തെ വലിയ കക്ഷി, ഈ ഘടകകക്ഷി എന്ന് പറയേണ്ടി വരും ജോസ് കെ മാണി. കാരണം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ CPI ഉണ്ട്. CPI കഴിഞ്ഞ് തൊട്ടടുത്ത സ്ഥാനം കിട്ടുന്ന ഒരു പാർട്ടിയാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ജോസ് കെ മാണിക്ക് LDF-ൽ ഒരു അക്കോമഡേഷൻ കൊടുത്തിരുന്നത്. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അവിടെ ഇനി സ്പ്ലിറ്റ് ഉണ്ടാകാൻ പോകുന്നത് എങ്ങനെയാണ്? ഇനി ഇപ്പൊ ജോസഫ് ഗ്രൂപ്പ് ഉണ്ട്. ഈ ജോസഫ് ഗ്രൂപ്പ് ആണ് അവിടുത്തെ 3ാമത്തെ മുന്നണി, അതായത് 3ാം കക്ഷി അല്ലെങ്കിൽ 2ാമത്തെ വലിയ ഘടകകക്ഷി, അതായത് കേരള കോൺഗ്രസ് ജോസഫ്. ഈ ജോസഫിന് അവിടെ 10 സീറ്റാണ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ജോസ് കെ മാണി അവിടേക്ക് പോയി കഴിഞ്ഞാൽ നിലവിൽ എത്ര സീറ്റ് വിഭജിക്കേണ്ടി വരും? 5-5 എന്നുള്ള അനുപാതത്തിലേക്ക് പോകേണ്ടി വരും. അതായത് കേരള കോൺഗ്രസ് മൊത്തത്തിൽ കൊടുക്കാൻ പറ്റുന്ന 5-5 എന്ന് പറഞ്ഞൊരു ഇതാണ്. അങ്ങനെ 5-5 കൊടുക്കുന്നതുകൊണ്ട് പിന്നെ ഇവർക്ക് പകുതി സീറ്റായിട്ട് അവർക്ക് ജോസ് കെ മാണിക്ക് പകുതി സീറ്റ് ആവുന്നു, ഇവർക്കും പകുതി സീറ്റ് ആവുന്നു. അങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാനേ പറ്റൂ. ഇപ്പൊ ഈ പറയുന്ന പോലെ മുസ്ലിം ലീഗിന്റെ സീറ്റ് എടുത്ത് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ RSPയുടെ സീറ്റ് എടുത്ത് കൊടുക്കാൻ പറ്റുമോ? അതും പറ്റില്ല. ഫോർവേഡ് ബ്ലോക്കിന്റെ സീറ്റ് എടുത്ത് കൊടുക്കാൻ പറ്റുമോ? അതും പറ്റില്ല. ഇനി വേറൊരു പ്രതിസന്ധി കൂടി UDF-നകത്ത് ഉണ്ടാകാൻ പോവാ. UDF-ലേക്ക് PV Anwar വരുന്നുണ്ട്. അതോടൊപ്പം പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ CK ജാനു വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവരെ അക്കോമഡേറ്റ് ചെയ്യണ്ടേ? ഇവരെയും അക്കോമഡേറ്റ് ചെയ്യണം. അവർക്കും ആ ഒരു പ്രതീക്ഷയിലാണ് UDF-ലേക്ക് വരുന്നത്. അവർക്ക് സീറ്റ് കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിൽ. അപ്പം പിന്നെ PV Anwar വന്നു കഴിഞ്ഞാൽ PV Anwar-ന് എത്ര സീറ്റ് മിനിമം കൊടുക്കേണ്ടി വരും? മിനിമം മത്സരിക്കാൻ 3 സീറ്റ് കൊടുക്കേണ്ടി വരും. മനസ്സിലായില്ലേ? ഇപ്പം ഒന്ന് പിന്നെ ഇയാൾക്ക് PV Anwar ഒരു സീറ്റ്, ഇപ്പൊ തവനൂരായിരിക്കും മിക്കവാറും PV Anwar മത്സരിക്കാൻ പോകുന്നത്. പിന്നെ വീണ്ടും 2 സീറ്റ് കൂടി കൊടുക്കേണ്ടി വരും. 3 സീറ്റ് കൊടുത്താൽ ഒരു മന്ത്രി. ഇതാണ് അവരുടെ കണക്ക്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പിന്നെ 3 സീറ്റ് അവർക്കും കൊടുക്കേണ്ടി വരും. ഇനി ഇങ്ങോട്ട് അടുത്ത നോക്കിയ CK ജാനുവിന് ഒരു സീറ്റ് കൊടുത്തേ പറ്റൂ വയനാട്ടിലല്ലാതെ വേറെ ഒരിടത്തും CK ജാനുവിനെ കൊണ്ട് നിർത്തിയിട്ട് കാര്യമില്ല. ഇടുക്കി കൊണ്ട് നിർത്തിയിട്ട് കാര്യമില്ല. പീരുമേട്, ഉടുമ്പൻചോല എവിടെയും കൊണ്ട് നിർത്തിയിട്ട് കാര്യമില്ല. അപ്പൊ ഈ പറയുന്ന പോലെ CK ജാനുവിന് ഒരു സീറ്റ് കൊടുക്കും. മിനിമം ഒരെണ്ണമെങ്കിലും CK ജാനുവിന് കൊടുക്കേണ്ടി വരും. CMB ഉണ്ട്, CMB-ക്ക് സീറ്റ് കൊടുക്കണ്ടേ? കൊടുത്തേ പറ്റൂ. CMB-ക്ക് സീറ്റ് കൊടുക്കണം. അങ്ങോട്ട് വരുന്ന സമയത്ത് പിന്നെ ഇവരുടെ RMB-ക്ക് സീറ്റ് കൊടുക്കണ്ടേ? RMB-ക്ക് സീറ്റ് കൊടുക്കണം. അപ്പൊ ഈ പറയുന്ന എല്ലാവർക്കും കൂടെ വിഭജിച്ച് വരുമ്പോൾ ഇതിന്റെ അപ്പൊ നമ്മൾ ആലോചിച്ചു 90 സീറ്റിലധികം മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ 93 സീറ്റാണ് മത്സരിച്ചത്. അപ്പൊ 93 പിന്നെ കോൺഗ്രസ് മത്സരിക്കുന്നു. ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ 10 സീറ്റ് കേരള കോൺഗ്രസ് മത്സരിക്കുന്നു. 93 10 103 ആയി. പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ ഏകദേശം 15 സീറ്റുകൾ ഇവർക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ എത്രയായി? 128 സീറ്റ് അങ്ങനെയായി. ഇനിയും അടുത്ത ബാക്കി വരുന്ന 3 എല്ലാം കൂടെ കണക്കാക്കി നോക്കി ബാക്കി എല്ലാവർക്കും കൂടി 20 സീറ്റ് കൊടുക്കേണ്ടി വരും. RSPക്ക് സീറ്റ് കൊടുക്കണം, ഫോർവേഡ് ബ്ലോക്കിന് സീറ്റ് കൊടുക്കണം, RMB-ക്ക് സീറ്റ് കൊടുക്കണം, PV Anwar-ന് സീറ്റ് കൊടുക്കണം,
ഇവർക്കെല്ലാം ഓരോ സീറ്റ് വെച്ചാണെങ്കിൽ പോലും 5 സീറ്റായി. അപ്പൊ ഇതെല്ലാം കൂടെ 20 സീറ്റിനകത്ത് ഇവരെല്ലാം കൂടെ ഒതുക്കുകയും വേണം. എന്നാൽ ഇവരെല്ലാം ഒതുങ്ങുമോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ നിലവിലുള്ള പ്രശ്നം എന്താ? ഒന്നുകിൽ മുസ്ലിം ലീഗിന്റെ സീറ്റിന്റെ കാര്യത്തിൽ തീരുമാനമാക്കണം, 15 എന്നുള്ള വെട്ടിക്കുറച്ച് 10 ആക്കണം. മുസ്ലിം ലീഗിന്റെ സീറ്റിന്റെ എണ്ണം കുറയ്ക്കണം. അല്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെ സീറ്റുകൾ വിഭജിച്ചുകൊണ്ട് 2 പേർക്കട്ട് 5-5 നമ്മളുടെ കൊടുക്കണം. ഇതേ ഉള്ളു ഫോർമുല. അപ്പൊ വേലിയിലിരിക്കുന്നതിനെയാണ് എടുത്ത് ചുറ്റാൻ പോകുന്നത്. കാര്യം ഇപ്പൊ തർക്കം തുടങ്ങാൻ പോവാണ് UDF. ഇപ്പൊ UDF-ലേക്ക് ഈ വരുന്ന ജോസ് കെ മാണി വരുന്നതിനോട് പിന്നെ ജോസഫിന് യാതൊരു താല്പര്യമില്ല. ജോസഫിന് ഒരു താല്പര്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോസഫിന് വന്നു കഴിഞ്ഞാൽ പിന്നെ മാണി ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ജോസഫിന്റെ പ്രാധാന്യം നഷ്ടപ്പെടും. കേരള കോൺഗ്രസ് ഉണ്ട്. ആ കേരള കോൺഗ്രസിന്റെ പ്രാധാന്യം നഷ്ടപ്പെടും. കാര്യം എന്താ? പിന്നെ PJ ജോസഫിന് 85, 86, 87 വയസ്സുള്ളതായി. ഇവിടെ ജോസ് കെ മാണി ചെറുപ്പമാ. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴും കുറെ അധികം ചെറുപ്പക്കാരുടെ ഒരു ഗ്രൂപ്പാണ് പിന്നെ മാണി ഇങ്ങോട്ട് ചാടുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ജോസഫിനുള്ള പ്രാധാന്യം കുറയും. അപ്പൊ സ്വാഭാവികമായിട്ട് ജോസഫിന് അതിനകത്ത് പിടിച്ചിരിക്കാൻ തോന്നത്തില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ജോൺ ജോസഫ് ആണ് ശരിക്കും ഇപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അബു എന്ന് പറഞ്ഞാൽ ഈ PJ ജോസഫിന്റെ മകൻ. അപ്പം ഈ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന അത് പെട്ടെന്നൊരു പിൻവലിക്കൽ നടത്തിക്കഴിഞ്ഞാൽ UDF-ന്റെ ശക്തി വീണ്ടും കുറയുകയാണ്. അവിടെ ജോസഫിന്റെ ഗ്രൂപ്പ് ചിലപ്പോ ഒരു പിൻവലിക്കൽ നടത്താം. അങ്ങനെ വന്നു കഴിയുമ്പോഴും പ്രശ്നമാണ്. ഇനി പാലായിൽ അടുത്ത സംഘർഷം നടക്കാൻ പോകുന്ന പാലായിലാണ്. ജോസ് കെ മാണി മുന്നണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജോസ് കെ മാണിയെ പാലായിൽ മത്സരിപ്പിക്കേണ്ടി വരും. പാലയിൽ ആരാ നിൽക്കുന്നത്? ഇപ്പൊ UDF-ന്റെ പിന്നെ MLA ആയിട്ട് നിൽക്കുന്നത് മാണി സി കാപ്പനാണ്. അതായത് നേരത്തെ NCP-യിൽ ഉണ്ടായിരുന്നു. NCP-ന്ന് വിട്ടിട്ട് ഇപ്പൊ KDP അങ്ങനെ എന്താ പറയുന്ന ഒരു പാർട്ടി രൂപീകരിച്ചുകൊണ്ട് പിന്നെ പാലായിൽ നിന്ന് വിജയിച്ച് നിൽക്കുന്ന മാണി സി കാപ്പനാണ്. മാണി സി കാപ്പൻ 2ാം തവണയാണ് പാലായിൽ നിന്ന് വിജയിക്കുന്നത്. ആദ്യത്തെ തവണ ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഈ പറയുന്ന ഒരാൾ നിൽക്കുന്നത്. അപ്പൊ ഇയാൾ എന്ത് ചെയ്യും? നമ്മുടെ മാണി സി കാപ്പനെ എവിടെയായിരിക്കും ഇവർ അക്കോമഡേറ്റ് ചെയ്യാൻ പോകുന്നത്? അതും ചോദ്യചിഹ്നമാവും. അപ്പം സീറ്റ് വിഭജനം വരുന്ന സമയത്ത് ഇപ്പം ലീഗ് പറയുന്നുണ്ട് ഞങ്ങൾ തിരുവമ്പാടി സീറ്റ് വിട്ടുകൊടുത്തിട്ട് അവിടെ ജോസ് കെ മാണിക്ക് സീറ്റ് കൊടുക്കാം എന്നൊരു പിന്നെ ഒരു എന്താ പറയാ ഒരു സമവായത്തിലേക്ക് എത്താൻ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ പ്രാവർത്തികമാകുമോ എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ വീണ്ടും എനിക്ക് UDF-ന് ഇത് ഗുണമൊന്നും ചെയ്യാൻ പോകുന്നില്ല. UDF-നെ സംബന്ധിച്ചിടത്തോളം ഗുണം ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ അവിടെ കൂടി വന്നാൽ ഒരു 5 സീറ്റിലെങ്കിലും വിജയിപ്പിക്കാൻ കഴിയണം. ഇപ്പൊ ഇവർക്ക് സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 10 സീറ്റ് കൊടുക്കുകയെന്ന് വെച്ചു. മാണിക്ക് 10 സീറ്റ് കൊടുത്തു. അപ്പോൾ ഈ 10 സീറ്റിൽ എവിടെയെങ്കിലും 10 ഇടത്ത് ഒരു 7 ഇടത്തെങ്കിലും വിജയിക്കാൻ കഴിയണം മാണിക്ക്. അത് പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം. ഈ മുന്നണി മാറ്റത്തെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന പ്രശ്നം എവിടെയെന്നറിയോ? നല്ല രീതിയിൽ ഒരു പാർട്ടിക്കകത്ത് ഒരു സ്പ്ലിറ്റ് ഉണ്ടാവും. അതായത് റോഷി അഗസ്റ്റിൻ നയിക്കുന്ന വേറൊരു ഗ്രൂപ്പ് ഉണ്ടാവും. അതായത് LDF-നോടൊപ്പം നിൽക്കുന്ന ജോസ് കെ മാണിയിൽ നിന്ന് വിട്ടുപിരിഞ്ഞവരുടേതായ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പ് ശക്തമാവുകയാണെങ്കിൽ ജോസ് കെ മാണിക്ക് തിരിച്ചടിയാവും. കാരണം അവര് ഇപ്പം തുടരും എന്ന് പറഞ്ഞുകൊണ്ട് പലരും പ്രമോദനാരായണനും അതോടൊപ്പം തന്നെ ഈ പിന്നെ റോഷി അഗസ്റ്റിൻ കഴിഞ്ഞ ദിവസം സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്ത, സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും ചെയ്ത. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവർ മറ്റൊരു ഗ്രൂപ്പായി മാറാനുള്ള സാധ്യതയുണ്ട്. ഈ ഗ്രൂപ്പ് സാധ്യതകൾ കൂടി അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഈ മാണി ഗ്രൂപ്പിന്റെ ശക്തി പകുതിയായി കുറയാനുള്ള സാഹചര്യം കൂടെ നമ്മൾ കാണുന്നു. കാര്യം കുറെ അധികം ആൾക്കാർക്ക് ഇപ്പോഴും LDF അധികാരത്തിൽ വരുമെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. അവരെല്ലാം മാറി നിൽക്കും. അവർക്ക് വേണ്ട അവർക്ക് ഇതേ പ്രാതിനിധ്യം പാർട്ടിക്കകത്ത് കൊടുത്താൽ മതി. 12 സീറ്റെങ്കിൽ 12 സീറ്റ് കൊടുത്താൽ മതി. ഈ 12 സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം പിന്നെ റോഷി അഗസ്റ്റിൻ വേണമെങ്കിൽ പാലായിൽ നിന്ന് ഇയാളെ നേരിടും. പിന്നെ ജോസ് കെ മാണിയെ നേരിടാൻ സന്നദ്ധനാണെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ അയാളെ എടുക്കില്ലേ? LDF എടുക്കില്ലേ? ഇത് സത്യം പറഞ്ഞ LDF-ന് വലിയൊരു ശോഷണവും സംഭവിക്കാനില്ല. ഇവര് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ജോസ് കെ മാണി വിട്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് LDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ ശോഷണം ഒന്നും സംഭവിക്കില്ല. കാര്യം അവിടെ കോട്ടയം പൊതുവെ പിന്നെ താല്പര്യമില്ലാത്ത ഒരു മേഖല തന്നെയാണ്. താല്പര്യമില്ലാന്ന് വെച്ചാൽ അവിടെ വലിയ വിജയം ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല കോട്ടയത്ത് CPM അല്ലെങ്കിൽ ഇടതുപക്ഷ മത്സരത്തിന് ഇറങ്ങുന്നത്. അവിടെ ജോസ് കെ മാണി വന്നപ്പോൾ കൂടി വന്ന് 2-3 സീറ്റ് അധികം വന്നു. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ഇല്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഈ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ജോസ് കെ മാണി ഇടതുപക്ഷത്തിന് അത്ര ഒരു അസറ്റ് എന്നുള്ള നിലയിൽ കാണാൻ കഴിയില്ല. അത് വേറൊരു കാര്യം. ഇത് കിട്ടിയില്ലെങ്കിലും ഈ പറയുന്ന ഒരു ഇപ്പൊ 90-ൽ നിന്ന് 5 പോയെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്ത് സംഭവിക്കാനാ? 98 സീറ്റോളം ഇപ്പം നിലവിൽ LDF-നുണ്ട്. ഇതിൽ നിന്ന് ഒരു 5 സീറ്റ് പോയെന്ന് പറഞ്ഞിട്ട് എന്ത് സംഭവിക്കും? 93-ലേക്ക് ഒതുങ്ങും. അതിനപ്പുറത്തേക്ക് ജോസ് കെ മാണിയുടെ പോക്ക് LDF-ന് വലിയ ചലനമൊന്നും സൃഷ്ടിക്കുന്നില്ല. വേറെ പുതിയ പിന്നെ മുന്നണിയിലേക്ക് വരാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്ന പലരും മുന്നണിയിലേക്ക് വരികയും ചെയ്യും. അവരെ വേണ്ട രീതിയിൽ അക്കോമഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിജയസാധ്യതയുള്ള സീറ്റ് നോക്കി അവർ കൊടുത്താൽ പോരെ. അപ്പൊ ഇതൊക്കെയാണ് നടക്കുന്നത്. ശരിക്കും UDF-നകത്ത് വലിയൊരു തല്ല് നടക്കാൻ പോവാണ്. കേരള കോൺഗ്രസ് M-നകത്തും വലിയൊരു സ്പ്ലിറ്റ് നടക്കാൻ പോവാണ്. ഇത് UDF-നെ ഏത് രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തമ്മിലടിയാണ്. ഇനിയിപ്പം ജോസ് കെ മാണി എങ്ങാനും ജയിച്ചു കഴിഞ്ഞാൽ ജോസ് കെ മാണി ചോദിക്കാൻ പോകുന്ന വകുപ്പ് ഏതായിരിക്കും?
എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വകുപ്പ് വിഭജനം നടക്കുന്ന സമയത്തെങ്കിലും നല്ലൊരു തല്ല് നടക്കാനുള്ള സാധ്യതയുണ്ട്. മൊത്തത്തിൽ തല്ലായിരിക്കും. ഇപ്പൊ തൽക്കാലം സീറ്റ് വിഭജനം ആയതുകൊണ്ട് തന്നെ ലീഗ് അയഞ്ഞു നിൽക്കും. എന്നാൽ ലീഗിന്റെ പ്രാതിനിധ്യം കുറയുന്നു എന്ന് പറയുന്ന ഒരു അവസരമുണ്ട്. അവിടെ ലീഗ് പ്രതികരിക്കുകയും ചെയ്യും. ലീഗ് തന്നെ ഇപ്പൊ കൂടുതൽ സീറ്റ് വേണം എന്ന് ആവശ്യപ്പെടാനിരിക്കുകയാണ്. അപ്പോഴാണ് മാണിയും കൂടെ വരുന്നത്, അതായത് ജോസ് കെ മാണിയും കൂടെ വരുന്നത്. ഈ ജോസ് കെ മാണിയും കൂടെ വന്നു കഴിഞ്ഞാൽ എവിടെ നിന്നെടുത്തിട്ട് സീറ്റ് കൊടുക്കും? എല്ലാവരും എന്ത് ചെയ്യുന്നു? എല്ലാവരും ഇത്തവണ മുന്നണി ബന്ധത്തിനടുത്ത് എല്ലാവരും സീറ്റിന്റെ എണ്ണം കൂടുതൽ ചോദിക്കാനിരിക്കുകയാണ്, എല്ലാ പാർട്ടികളും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് തലവേദന സൃഷ്ടിക്കും. സീറ്റ് വിഭജനം വരുന്ന സമയത്ത് പ്രശ്നം വരും. അതോടൊപ്പം മന്ത്രിസഭാ രൂപീകരണ സമയത്തും വലിയ വിഷയത്തിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത്.